7 മക്കളെയും പഠിപ്പിക്കാൻ കാശില്ലാത്തതുകൊണ്ട് എന്നെ കൊരട്ടിക്കാട്ടുള്ള അച്ചാച്ചൻ്റെ വീട്ടിലേക്ക് വിട്ടു. ഞാൻ അവിടെ നിന്ന് പ്രീ ഡിഗ്രി പഠിച്ചു. സെന്റ് മേരീസ് കോളേജ് കൊരട്ടിക്കാട്. അന്ന് ഞാൻ നിന്നേക്കാൾ സുന്ദരിയായിരുന്നടി. എൻ്റെ പുറയായിരുന്നടി ആ കോളേജ് മൊത്തം. അതിലൊരുത്തനായിരുന്നു ഈ പശു ഒട്ടിച്ച മാതിരി എൻ്റെ പുറകിൽ നിന്ന് മാറത്തേയില്ലായിരുന്നു. ഒരു വായി നോക്കി പക്ഷെ സക്രിയ അങ്ങനെ ഒന്നുമല്ലായിരുന്നു. എന്നെ ഒന്ന് നോക്കുക പോലും ഇല്ലായിരുന്നു. എന്താ വായിക്കണേ? എന്താ വായിക്കണേ? ആ ഇടയ്ക്കാണ് കോളേജ് മാഗസീനിൽ പുള്ളി ഒരു സ്റ്റോറി എഴുതിയത്. അതങ്ങ് ഹിറ്റായി. എല്ലാരും വായിച്ചല്ലേ? എനിക്ക് ഇഷ്ടപ്പെട്ടു. താങ്ക് യു. വീട്ടിലാരെങ്കിലും എഴുതാറുണ്ടോ? അച്ഛൻ ചെറുതായിട്ടൊക്കെ എഴുതുമായിരുന്നു. അമച്വർ നാടകങ്ങൾ. അമച്വർ നാടകം? അതെ, കുട്ടികളുടെ നാടകമൊക്കെ ഞാനും എഴുതിയിട്ടുണ്ട്. അങ്ങനെ ഒരു വ്യാഴാഴ്ച ഏതാണ്ട് ഒരു 11:30 മണിയായപ്പം ലീല, ഇതിലെൻ്റെ ഒരു കഥയുണ്ട്. ബാക്കിയെല്ലാവരും നന്നായിന്ന് പറഞ്ഞു. ലീല മാത്രമൊന്നും പറഞ്ഞില്ല. ഇതൊന്ന് വായിച്ചിട്ട് അഭിപ്രായം പറയണം. സത്യന്റെ പടം കണ്ടോ? ഞാൻ കണ്ടു. നസീർ എന്തൊരു അഭിനയല്ലേ. അപ്പൊ സത്യനോ? അതിലെ പാട്ടൊക്കെ കേൾക്കാൻ എന്ത് രസമല്ലേ? ഞാനിപ്പോ വരാം. ലീല, എന്റെ കഥ വായിച്ചിരുന്നോ? ഒന്നും പറഞ്ഞില്ല. 8-10 കൊല്ലം മുമ്പ് ഇതേ കോളേജിലെ മാഗസീനിലെ കഥ പകർത്തി എഴുതുന്നോണ്ട് തെറ്റൊന്നുമില്ല. പക്ഷെ അത് വായിക്കാൻ അത് എഴുതിയ ആളുടെ പെങ്ങളുടെ മോളോട് തന്നെ പറയുന്നത് ഒരിത്തിരി അഹങ്കാരമല്ലേ എന്നൊരു സംശയം. ജെയിംസ് എന്റെ അമ്മാവനാണ്. അതായത് അയ്യോ പേടിക്കണ്ട, ഇതാരോടും പറയരുത്. സത്യം പറഞ്ഞ ലീലയോടൊന്ന് സംസാരിക്കണം എന്നുള്ളത് ഒരുപാട് നാളത്തെ എൻ്റെ ആഗ്രഹം. മറ്റു പെൺകുട്ടികളുടെ അടുത്ത് സംസാരിക്കുമ്പോൾ ഒന്നും എനിക്ക് ഒരു കുഴപ്പമില്ല. പക്ഷേ ലീലയെ കാണുമ്പോൾ എനിക്ക് ഞാൻ ഈ കഥ എഴുതിയത് പോലും അല്ല, ഈ കഥ നോക്കി എഴുതിയത് പോലും ലീലയൊന്ന് പരിചയപ്പെടാനുള്ളൊരു ഉപായം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയാ. ലീല എനിക്കിഷ്ടമാണ് ഒരുപാട്. മറുപടി അനുകൂലമാണെങ്കിൽ നാളെ രാവിലെ കോളേജിലേക്ക് വരുമ്പോൾ ഒരു മഞ്ഞ പാവാട എടുത്തുകൊണ്ട് വരണം. അധിക നേരം ഇനി ഇവിടെ നിൽക്കണ്ട, ആൾക്കാർ ശ്രദ്ധിക്കും. അപ്പൊ കളർ മറക്കണ്ട, മഞ്ഞ. എന്താ അമ്മച്ചി സ്വന്തം അവിടെ ഇട്ടെ? അമ്മച്ചിക്ക് ആളെ ഇഷ്ടമല്ലായിരുന്നോ? പിന്നെ പുള്ളിക്കാരന് മഞ്ഞ പച്ച എന്നൊക്കെ വെറുതെ അങ്ങ് പറഞ്ഞാൽ മതിയല്ലോ.
എനിക്ക് നാഗപ്പാട ഉടുക്കാൻ ഒരു ചുവന്ന പാവാട മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇഷ്ടമാണെന്ന് പറയാൻ മഞ്ഞ പാവാട തന്നെ വേണമെന്നില്ലല്ലോ.